വിശേഷം? അടിപൊളിയായിരിക്കല്ലേ? പുറത്ത് നല്ല മഴയാട്ടോ. ഇന്നിതാ ഈ 2 വലിയ മാങ്ങ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. ഇവന്മാരെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ, അപ്പം മടി കാരണം ഇരിക്കുമായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ടൈം എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് നോക്കാം. ഇന്നത്തെ നമ്മളത് സിമ്പിളായിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ് വിതറുകയാണ്. ഉപ്പൊന്ന് വിതറിയിട്ട് കുഴച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാങ്ങയിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വൈകുന്നേരമാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയിലേക്ക് അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മാങ്ങയിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയിലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ചൊക്കെ ഓയിൽ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് കടു പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടു എടുത്തിട്ടുണ്ട്. കടു പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് അത് ചേർത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കറിവേപ്പിലാണ് ചേർക്കുന്നത്. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മുരിയിച്ചെടുക്കാം. അപ്പോൾ മുരിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ 2 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. കാരണം എണ്ണ നന്നായിട്ട് ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവാതിരിക്കാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കടുക് ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ചത് 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂണ് കായപ്പൊടി ചേർക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് വിനാഗിരിയാണ്. അതൊരു സ്പൂണ് ചേർത്തിട്ടുണ്ട്. അതൊരു സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാണ്. അതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം പോയതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങ ചേർക്കാം. മാങ്ങ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.